നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ തൃശ്ശൂർ വടക്കാഞ്ചേരിക്ക് അടുത്ത് ഒരു ചെറിയ ഡാമുണ്ട്. ചെറിയ ഡാം എന്ന് പറയാൻ പറ്റില്ല, ചെക്ക് ഡാം എന്ന് വേണമെങ്കിൽ പറയാം, പേപ്പാറ എന്ന് പറയും. അപ്പോൾ അവിടെയാണ്, അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. നമ്മൾ കയറി ചെല്ലുമ്പോൾ കുറച്ചാണ് നടന്നു കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ കാണാം കേട്ടോ. മഴക്കാലത്ത് മാത്രമാണ് അത് ആക്റ്റീവായിട്ട് ഉണ്ടാവുള്ളൂ. ഇപ്പം മഴ കുറവായതുകൊണ്ട് കുറച്ച് വെള്ളം നിങ്ങൾ പോയപ്പോൾ കണ്ടുള്ളൂ കേട്ടോ. ഞാൻ പല ഡാമുകൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ആദ്യമായിട്ടാണെങ്കിൽ ഡാമിൻ്റെ നടുക്ക് പനിയും ഇതൊക്കെ കാണുന്നു കേട്ടോ. എനിക്ക് അങ്ങനത്തെ മഴക്കാലത്ത് മാത്രം ചെറുതായിട്ട് വെള്ളം നിൽക്കണ ഒരു ചെക്ക് ഡാമാണ് തോന്നുന്നത്. അങ്ങനെയാണ് ഇത് നോക്കി കാണുമ്പോൾ തോന്നണത് കേട്ടോ. ഈ വെള്ളം നമ്മുടെ ഡാമിലേക്കാണ് പോകണ്ടേ, ഡാമിലേക്ക്. ഡാമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് മഴക്കാലത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ല മഴ പെയ്താൽ നല്ല വെള്ളച്ചാട്ടം കാണാം, അല്ലെങ്കിൽ ഇതുപോലെ ശോകമായിരിക്കും. ചേട്ടന്മാർ അവിടെ ഇവിടേക്ക് ഇരുന്ന് മീൻ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ഡാം. ചെറിയൊരു ഡാമാണ്. ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് ചൂണ്ടയിടുന്നുണ്ട്. കണ്ട, ഇത് നിറഞ്ഞു കവിഞ്ഞ് പുറത്തേക്ക് വെള്ളം പോകും. അത് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഇത് വൈറലായിട്ടുണ്ടായിരുന്നു. ആദ്യം ഇവിടെ നിന്ന് ഇറങ്ങി കവിഞ്ഞ് വെള്ളം പോകുന്നത്, ഷവറിൽ നിന്ന് വെള്ളം വരുന്ന പോലെ. ഒരു ചെറിയ ഷട്ടറാണ് ഇതിനുള്ളത് കേട്ടോ, ആ കാണുന്ന ഭാഗത്ത്. നമുക്ക് ജസ്റ്റ് ഇങ്ങോട്ട് ഒരു ഓഫ് റോഡ് ഡ്രൈവാണ്. നമ്മുടെ കാറ് വരെ എത്തും, ബൈക്ക് കാറൊക്കെ എത്തും. എന്നാലും നല്ലൊരു ഓഫ് റോഡ് റൈഡിങ് പ്രതീക്ഷിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. നല്ല പാറക്കെട്ടുകളും ഒക്കെയുള്ള ഒരു റോഡാണ്. ഡാമിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട് കേട്ടോ. അപ്പോൾ അതിലൂടെ പോയി കഴിഞ്ഞാൽ ഡാമിൻ്റെ താഴെയുള്ള വെള്ളച്ചാട്ടവും കാഴ്ചകളും കാണാം. ഡാം എന്ന് പറഞ്ഞിട്ടേ വെള്ളം പുറത്തേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇത് മുമ്പ് ഇതിൻ്റെ വീഡിയോ എടുത്തിട്ട് നന്നായി വൈറലായി ഉണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് സേഫായിട്ട് ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റൂട്ടോ. അതിനുള്ള ഒരു ഏരിയ കൂടിയാണ് ഡാമിൻ്റെ താഴെയുള്ള അവശം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.